നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹള്ളിഗർ എന്ന നാടൻ പശുവിൻ്റെ വിശേഷങ്ങളാണ്. കർണാടകയിൽ ഹള്ളിഗർ എന്ന പ്രദേശത്താണ് ഹള്ളിഗർ പശുക്കൾ ധാരാളമായി കണ്ടുവരുന്നത്. വളരെ വ്യത്യസ്തമായ, ലോകത്തിൽ ഇതുപോലൊരു ബ്രീഡിനെ കാണാൻ കിട്ടത്തില്ല എന്നുള്ളതാണ് കാര്യം. നല്ല ഹൈറ്റുള്ള 1.5 മീറ്റർ ഹൈറ്റ്, നല്ല വെരിഞ്ഞ നീളത്തിലുള്ള ശരീരം, വളരെ ഒതുങ്ങിയ വയറ്, കാലുകൾക്കും കൈകൾക്കും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നീളമാണ്. അത് അത്ഭുതകരം തന്നെയാണ്. അതുപോലെ മുഖം നല്ല കൂർത്ത്, കൊമ്പാണെങ്കിൽ ഈ മാൻ്റെ കൊമ്പ് പോലെ, അത് വളരെ വിശിഷ്ടമാണ്. കാര്യം എങ്ങും കാണാൻ കിട്ടത്തില്ല ഈ ഒരു ബ്രീഡിന്. മുഖം ഒതുങ്ങി, കണ്ണുകളൊക്കെ നല്ല കറുത്ത് ഉള്ള പശുവാണ്. അതിൻ്റെ വാല് അതും ഇതുപോലെ മുട്ടിന് താഴെ, ഭൂമിക്കോട്ട് തൊട്ട് കിടക്കത്തില്ലെങ്കിൽ പോലും ഒരു അരയടി വരെ ഉയരത്തിൽ വാല്, വളരെ ഭംഗിയായ പശുക്കളാണ്. കാര്യം മെലിഞ്ഞ പശുവാണിത്. അത്ഭുതകരമായ ഒരു ജനുസാണ് ഇന്ത്യയിൽ. ഇതിൻ്റെ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹള്ളിഗറിൻ്റെ ഞാൻ സൂചിപ്പിച്ച അതിൻ്റെ കൊമ്പ്, ആനയുടെ കൊമ്പ് ഇങ്ങനെ താപ്പോട്ട് വളഞ്ഞിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹള്ളിഗറിൻ്റെ കൊമ്പ് നേരെ പുറകിലോട്ട് ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുകയാണ്. വളരെ മനോഹരമാണ്. പിന്നെ അവിടുന്ന് അതിൻ്റെ ഉടൽ, ബാക്കി കഴുത്ത് ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. അങ്ങനെ ടോപ്പ് ഭാഗം എടുത്തു കഴിഞ്ഞാൽ നല്ല നിരപ്പായിട്ട് വന്നിട്ട് ബാക്ക് സൈഡിൽ നല്ല ഒതുങ്ങിയ ഒരു ശരീരപ്രകൃതിയാണ്. പിന്നെ മറ്റൊരു വിശേഷങ്ങളുടെ പറയാൻ കാര്യങ്ങൾ, നമ്മളുമായിട്ട് വളരെ അധികം ഇത് മിങ്കിൾ ചെയ്യും, വളരെയധികം സ്നേഹിക്കും. യാതൊരു ശല്യമുള്ള ഒരു ജനുസല്ലിത് ഒരു രീതിയിലും നമ്മളെ ഉപദ്രവിക്കത്തില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ആഹാരമാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആഹാരം കഴിക്കത്തില്ല. കാര്യം ഒതുങ്ങിയ വയറൊക്കെ ബാക്ക് സൈഡ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. വയറ് വളരെ ചെറിയ വയറാണ്. അതുകൊണ്ട് വളരെ നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്താവുന്ന ഒരു ബ്രീഡാണ് ഹള്ളിഗർ. ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാര്യം ഞാൻ സൂചിപ്പിച്ച അതിൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് കണ്ടാൽ ഉയരം കൂടുമെങ്കിലും ആഹാരം വളരെ കുറച്ച് മതി. ഏത് ആഹാരം കൊടുത്തു കഴിഞ്ഞാലും അത് കഴിക്കും. ഭൂമിക്ക് മേളിലുള്ള വിഷമില്ലാത്തത് എന്തും അതിന് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഒരുപാട് ആഹാരവും വേണ്ട. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതിനെ വളർത്താനായിട്ട് സാധിക്കും. ഒപ്പം ഇതിൻ്റെ പാലും അതിവിശിഷ്ടമാണ്. കാര്യം ഒരു 1.5 തൊട്ട് 2.5 ലിറ്റർ വരെയാണ് ഇതിൻ്റെ പാല് നമുക്ക് ലഭിക്കുക. പാലിന് വളരെ അമൂല്യമാണ്. കാര്യം അതാത് ഞാൻ പണ്ടുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ അതാത് പ്രദേശത്തെ ആഹാരശൈലി, അവിടെ വളരുന്ന സസ്യലതാദികളാണ് ഇത് ഭക്ഷിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെയും പാലിന് നല്ല കൊഴുപ്പുള്ളതാണ്, ഔഷധമൂല്യമുള്ളതാണ്. അതുപോലെ ഗോമൂത്രത്തിനാണെങ്കിലും ഔഷധമൂല്യമുള്ള വളരെ ശ്രേഷ്ഠമായ ഇതാണ് ഇതിൻ്റെ ഗോമൂത്രം. ചാണകവും മറ്റുള്ള പശുക്കളുടെ കൂടെ ചാണകവും നമ്മുടെ കാർഷിക മേഖലയ്ക്ക്, കൃഷിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പഞ്ചഗവ്യങ്ങളൊക്കെ ധാരാളം കർണാടകയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. ഈ ഹള്ളിഗർ പശുവിൻ്റെ സംരക്ഷണമാണ് അടുത്തത്. ഇത് കൃത്യമായിട്ട് കർണാടക ഗവൺമെൻറ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി ഗോശാലകളിൽ ഹള്ളിഗർ പശുക്കളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. പക്ഷേ മറ്റുള്ള പ്രദേശത്തേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഗവൺമെൻറ് വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊരു നാടൻ പശുവിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.